പിന്നെ ഞാൻ തങ്ങളുടെ കൂടെ 1-2 പ്രാവശ്യം നാട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു ഏകദേശം 4 മണിക്ക് ഇറങ്ങി രാത്രി തിരിച്ചെത്തുന്നത് ഒരു 1 മണിക്കാണ് രാത്രിയിൽ. തങ്ങളുടെ ഫോൺ 1-2 പ്രാവശ്യം ഞാൻ തന്നെ സൈലൻ്റ് ആക്കി വെച്ചിട്ടുണ്ട് തങ്ങൾ ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അന്ന് ശ്രദ്ധിച്ചത് രാവിലെ തൊട്ട് നമ്മൾ തങ്ങൾ പറഞ്ഞ പോലെ അധികവും നെഗറ്റീവ് പ്രശ്നങ്ങൾ, മരണങ്ങൾ, വീടിൻ്റെ കുറ്റിയടി, വീടിൻ്റെ കുടികൂടൽ, ഒരുപാട് മറ്റു പ്രശ്നങ്ങൾ, ആൾക്കാരുടെ വിഷമങ്ങൾ, ആശുപത്രി സന്ദർശനങ്ങൾ, ലിഫ്റ്റിൽ കയറാൻ പറ്റാതെ സ്റ്റെപ്പിൽ നമ്മളെ സമയമില്ല. ഞാൻ ആ സമയത്ത് മാംഗ്ലൂർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമുക്ക് ലിഫ്റ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വരെ സ്റ്റെപ്പിൽ കയറുന്ന തങ്ങൾ ഓടിച്ചാടി കയറി പോകുന്നത് ഞാൻ കണ്ടിട്ട്, ഒരു കുഞ്ഞിനെ ICUവിൽ എന്തോ കാണാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ ഒരു എല്ലാ ദിവസവും തങ്ങളുടെ ഇങ്ങനെയാണ്. ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് ടയേർഡായിപ്പോയി. അത് എങ്ങനെ നോക്കിക്കാണുന്നു തങ്ങൾ? അത് ഞാൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട് ഒരാൾക്ക് സോഷ്യൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഏറ്റവും വലിയ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടുള്ള ഏറ്റവും വലിയ പ്രവണത എന്താണെന്ന് പറഞ്ഞാൽ സ്ട്രോക്ക്. ഇപ്പോൾ ഇന്ന് രാവിലെ 2 കേസുകൾ ഇവിടുന്ന് മംഗലാപുരം മഞ്ചേശ്വരത്തുനിന്ന് ഒരാൾ, കാസർഗോഡ് നിന്ന് ഒരാൾ സ്ട്രോക്കായി മംഗലാപുരം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ചെറുപ്പത്തിലാണ്, എന്നെക്കാളൊക്കെ പ്രായം കുറഞ്ഞാൽ. അപ്പോൾ ഇപ്പം എനിക്ക് ഫോണാക്കുന്ന എന്തിനാണെന്നറിയോ? എന്നിൽ നിന്നുള്ളൊരു ദുആ അവർക്ക് വലിയ ആശ്വാസമാകുന്നതുകൊണ്ട്. പിന്നെ നമ്മളടുത്ത് വേറെ മേജിക്കുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ദുആ ചെയ്യും. പിന്നെ മിക്കവാറും ഞാൻ പോകേണ്ട കേസാണെങ്കിൽ ഞാൻ എല്ലാ പരിപാടിയും മാറ്റി വെച്ച് പോകും, രോഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ ഏത് വിധത്തിലൊക്കെ ആശ്വാസം നൽകാൻ പറ്റും, അതൊക്കെ ആണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ